ലാൽ സലാം. ദൃശ്യം 3 ചരിത്രത്തിലാദ്യമായി ഒരു മലയാള സിനിമയ്ക്ക് റിലീസിന് ഏകദേശം 9 ദിനങ്ങൾക്ക് മുന്നേ 7.5 കോടി കടക്കുന്നു. അത് ആദ്യം എന്ന് തന്നെ പറയാം. അതും ഏകദേശം 2700ഓളം ഷോകൾ മാത്രം ഓപ്പൺ ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു കാഴ്ച. അത് ഗ്ലോബലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. അതായത് 7.50 7.5 കോടിയോളം അഡ്വാൻസ് സെയിലിലൂടെ സിനിമ എത്തിക്കുന്നു. അതായത് ഫാൻ ഷോസ് കൂട്ടാതെ തന്നെയുള്ളത്. അതായത് 8 കോടിക്ക് മുകളിൽ സിനിമ എത്തിയിരിക്കുകയാണ്, ഫാൻ ഷോസ് ഉൾപ്പെടെ. ഇവിടെ എമ്പുരാൻ എന്നുള്ള ചിത്രത്തിനേക്കാളുമൊക്കെ മുകളിലേക്ക് ഈ സിനിമ പറക്കുകയാണ്. അതെ, അത് തന്നെയാണ് നമുക്ക് ദൃശ്യം 3. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും ഗംഭീരമായി വരാൻ പോകുന്ന ചിത്രം. 4ഉം 5ഉം 6ഉം 7ഉം 10ഉം പാർട്ടുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. 4ഉം 5ഉം ഒക്കെ ലാലേട്ടൻ തന്നെ പറയുകയുമുണ്ടായി. എന്തായാലും ഇതിനകത്തിൽ ഒരു മോഹൻലാലിനെയോ അല്ലെങ്കിൽ മലയാള സിനിമയോ അല്ല നമ്മൾ വാഴ്ത്തുന്നത്. ഇവിടെ ഒറ്റ വ്യക്തിയാണ് നമ്മൾ വാഴ്ത്തുന്നത്. ആൻ്റണി പെരുമ്പാവൂർ എന്ന ആ ബിസിനസ് ക്രാഫ്റ്റ് മാനെ തന്നെ നമ്മൾ അദ്ദേഹത്തെ അംഗീകരിച്ച് തന്നെ പറ്റുള്ളൂ. അല്ലെങ്കിൽ മലയാള സിനിമ ഇപ്പോഴും പഴയ പടുകുഴിയിൽ തന്നെയായേനെ. ഇവിടെ ഓപ്പണിങ് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് കിട്ടണമെങ്കിൽ ഒറ്റപ്പേര് തന്നെ, അത് ആൻ്റണി പെരുമ്പാവൂർ. അയാളാണ് ഈ ഒരു സിനിമയെ ഈ റേഞ്ചിലേക്ക് എത്തിക്കുന്നത്. അതെ, ഒരു ടെക്സ്റ്റ് ബുക്ക് കോപ്പിയായിട്ട് തന്നെ അയാളെ നമുക്ക് പറയാം. ഓരോ പ്രൊഡ്യൂസർക്കും പഠിക്കാനുള്ള ഒരു പാഠപുസ്തകം. ഇവിടെ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ അഭിനയത്തിൻ്റെ പാഠപുസ്തകമായി കാണുമ്പോൾ ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമയെ ഏത് റേഞ്ചിലേക്ക് എങ്ങനെ എത്തിക്കണമെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു തലമുറയ്ക്ക് കാത്തു വെക്കാവുന്ന പാഠപുസ്തകമാവുന്നു ആൻ്റണി പെരുമ്പാവൂർ എന്ന സാധാരണക്കാരനായ വ്യക്തി എന്ന് തന്നെ പറയാം. ഇവിടെ ദൃശ്യം 3 സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആദ്യ ദിനം കളക്ഷൻ നേടുന്ന ചിത്രമായി മാറും എന്നുള്ളതാണ്. അതായത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഡാൻസോ ഫൈറ്റോ ഐറ്റം സോങ്ങോ ഭയങ്കര കാമിയോ റോളോ സൂപ്പർ സ്റ്റാർ ഇതൊന്നുമില്ലാതെ നിൽക്കുന്ന ഒരു ചിത്രം. മോഹൻലാൽ എന്ന ഒറ്റ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു സാധാരണ ഫാമിലി എൻ്റർടൈനറിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു കളക്ഷനായിരിക്കും ഈ ഒരു സിനിമയ്ക്ക്. അതൊരു ചരിത്രമാകുകയും ചെയ്യും. ഇതിന് മുകളിലേക്ക് ഒരു ചരിത്രം വരണമെങ്കിൽ ഇനി കാലങ്ങൾ കാത്തിരിക്കേണ്ടിയും വരുമെന്നുള്ളതാണ്. GCC രാജ്യങ്ങളിലും കൊലത്തൂക്ക് തന്നെയാണ് സിനിമയ്ക്കുള്ളത്. $250K മുകളിലാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനിയും 8 ദിനങ്ങളോളം ഇനിയും ബാക്കി നിൽക്കുകയാണ് സിനിമയുടെ റിലീസിനുമായിട്ട്. എന്തായാലും 1 മില്യന് മുകളിൽ GCCയിലേക്ക് ആദ്യ ദിനം പ്രീസെയിലൂടെ എത്തുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു സിനിമ മെയ് 21 ഇറങ്ങുമ്പോൾ മലയാള സിനിമയുടെ സർവ്വ റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ടായിരിക്കും ഇത് വരുന്നത്. സർവ്വമാന റെക്കോർഡുകളും ഒരു ഭീഷണിയായതുകൊണ്ട് മാത്രമല്ല, ഇനി വരാൻ അല്ലെങ്കിൽ ഇനി ഇത് തകർക്കാൻ വരേണ്ടവർക്ക് വലിയ ഒരു കുന്ന് കയറേണ്ടി വരും ഇതിൻ്റെ കളക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ പല റെക്കോർഡുകളും തകർക്കണമെങ്കിൽ. ഇതുവരെയുള്ള റെക്കോർഡുകൾ ഇതിന് പൂ പറിക്കുന്ന പോലെയുള്ള ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എന്തായാലും ദൃശ്യം 3 എന്ന സിനിമ മോഹൻലാലിൻ്റെ ജോർജ് കുട്ടിയെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണ്? 1ലെയും 2ലെയും വ്യത്യാസം എന്തൊക്കെയാണ്? ഇതെല്ലാം ഒന്ന് കമൻറ്റ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തുന്നത് ലാലേട്ടൻ്റെ ജനൽ കമ്പികളിൽ പിടിച്ചിട്ടുള്ള ഒരു സീക്വൻസ് തന്നെയാണ്. 1ലും 2ലുമുണ്ട്, 3ലും അതുണ്ട്. അതെന്തുദ്ദേശിച്ചാണ് എന്നുള്ള ആ ഒരു ചോദ്യവുമൊക്കെ ഇന്ന് കറങ്ങി നടക്കുന്നു. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? 1 ആണോ 2 ആണോ അതോ 3ന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണോ? ഇതെല്ലാം കമൻറ്റ്സിലൂടെ എന്ന് പറയാം. ഒപ്പം നിങ്ങൾ എവിടെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്? നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ടിക്കറ്റ് കിട്ടിയത്? ഇതെല്ലാം ഒന്ന് പറയാം. വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.